ദുരിതമാറ്റുമോ തുരങ്കം? കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമായാൽ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് മാത്രമല്ല പരിഹാരമാകുന്നത്. വിനോദസഞ്ചാര രംഗത്ത് വൻ കുതിപ്പുണ്ടാക്കാൻ പദ്ധതിക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷ. വ്യാപാര തൊഴിൽ മേഖലകളിലും പദ്ധതി തുറന്നിടുന്ന സാധ്യതകളിൽ അനവധിയാണ്. വയനാട് ബദൽ പാതകളുടെ സാധ്യതകൾ പരിശോധിക്കുന്ന ന്യൂസ് മലയാളം ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ദുരിതം മാറ്റുമോ തുരങ്കം? ചുരം കയറാതെയുള്ള വയനാട് യാത്രയെന്ന് പതിറ്റാണ്ടുകളിലെ സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കമായപ്പോൾ ഏറെ പ്രതീക്ഷയിലാണ് വയനാടൻ ജനത. പിന്നെ ഇങ്ങനത്തെ ഒരു വികസന കാര്യങ്ങൾ വരണം, നാട്ടിൽ വരണം. ഒരു തലമുറക്ക് വരുന്ന തലമുറക്കെങ്കിലും ഇത് ഒരു നല്ല ഉപകാരത്തിലായിരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. എത്രയോ വണ്ടിയൊക്കെ ബ്ലോക്കായി സീരിയസ് ആയ കാര്യങ്ങളൊക്കെ പോയി എത്തിപ്പെടാൻ കഴിയുന്നില്ല. ഇത് വരുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. തുരങ്കപാത വളരെ എല്ലാവരും ഒരു പ്രതീക്ഷയാണ്. ഇവിടെ വയനാടിന്റെ ഒരു ബദൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടുകാരെ ഒരു പ്രതീക്ഷയാണ്. സഞ്ചാരികൾക്ക് വിസ്മയ കാഴ്ചകൾ സമ്മാനിക്കുന്ന പറുദീസയാണ് വയനാട്. കോടമഞ്ഞ് പുതഞ്ഞുകിടക്കുന്ന നാട്ടിൽ തുരങ്കപാത എത്തുന്നതോടെ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ആളുകൾ പറയുന്നത്. ടൂറിസം എന്തായി പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാർ ഈ വഴിയാണല്ലോ പോവാ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് നമുക്ക് 2-3 സ്പോട്ട് ഉണ്ട്, 900 കണ്ടി അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും മെച്ചപ്പെടുന്നതാണ് ഞങ്ങളൊക്കെ അത് പ്രതീക്ഷയാണ് നിൽക്കുന്നത്. ചുരം ഇടിഞ്ഞിട്ട് വഴിയൊക്കെ ബ്ലോക്കായി ഒരു ആശങ്കയിലാണ്. അപ്പോൾ തീർച്ചയായും ഇത് വരും വേണം, നല്ലൊരു വികസനം നമ്മൾ മുൻകാണുന്നു. വയനാട്ടിലേക്ക് പ്രവേശിക്കാൻ പ്രധാനമായും താമരശ്ശേരി കുറ്റ്യാടി ചുരങ്ങളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ശക്തമായ ഒരു മഴ പെയ്താൽ ഈ 2 വഴികളും അടയും. വയനാട് ഒറ്റപ്പെടും. കഴിഞ്ഞ ദിവസം താമരശ്ശേരി ചുരത്തിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 4 ദിവസമാണ് ഗതാഗതം സ്തംഭിച്ചത്. ചികിത്സയ്ക്ക് വേണ്ടി കോഴിക്കോടേക്ക് പോകുന്നവരുടെ യാത്രാ ദുരിതവും തുരങ്കപാത യാഥാർത്ഥ്യമായാൽ ഇല്ലാതാകും. നല്ലൊരു മാറ്റം തന്നെയല്ലേ ഉണ്ടാവില്ല. ഇപ്പോൾ റോഡിൽ നമുക്ക് നടന്നു വരുമ്പം വണ്ടി കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറഞ്ഞു കിട്ടും. അതിൻ്റെതായ മാറ്റങ്ങളുണ്ടാവും. ചുരത്തിനേക്കാളും സൗകര്യം കിട്ടുമല്ലോ. മറ്റേതിപ്പോൾ ഇപ്പം എല്ലാം ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. ചുരം ഇറങ്ങിക്കിട്ടാൻ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട്. രോഗികൾ ഒരുപാട് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. ഇത് വന്ന് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത്രയും ജീവങ്ങൾ രക്ഷിക്കാൻ പറ്റും. എല്ലാ കാര്യം കൊണ്ടും ഞങ്ങൾക്കൊരു മെച്ചമാണല്ലോ. ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസം ആയാലും ശരി, ഒരു ഹോസ്പിറ്റൽ കേസ് ആയാലും ശരി. മറ്റേത് ഞങ്ങൾ വയനാട് ചുരം ആശ്രയിച്ച് പോകണം. പദ്ധതിയിലൂടെ ചരക്ക് കൈമാറ്റത്തിലും തൊഴിൽ രംഗത്തും വലിയ സാധ്യതകളുണ്ട്. ഒത്തിരി ചരക്ക് ഗതാഗതത്തിനൊക്കെ വളരെ ആയാസം, അത് വളരെ നിഷ്പ്രയാസം നമുക്ക് ഈ പാതയിലൂടെ കടന്നു വന്നിട്ട് നമ്മുടെ വയനാടും നമ്മുടെ കേരളവും ഒരു വൻ വികസനത്തിന് അല്ലെങ്കിൽ കുതിച്ചു ചാട്ടത്തിന് നാന്ദി കുറിക്കുന്ന ഒരു വലിയ പദ്ധതി, ഒരു പ്രൊജക്റ്റാണ് ഈ മേപ്പാടി കള്ളാടി ആനക്കാമ്പൊയിൽ തുരങ്കപ്പാത. പ്രതീക്ഷകളാണ് നമുക്കത് കണ്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. വന്നാൽ നല്ലതായിരിക്കും. നല്ല വയനാട്ടിലും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. നമുക്ക് കോഴിക്കോട് പോകാനും പല സ്ഥലങ്ങളിൽ പോകാനും ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. 2 ദിവസം കണ്ടില്ല നമ്മൾ ചുരത്തിൽ ബ്ലോക്കും കാര്യങ്ങളും ഇതൊക്കെ കണ്ടില്ലേ. അതുകൊണ്ട് ഇത് വന്നാൽ നല്ല ഉപകാരമാണ്. പ്രത്യേകിച്ച് മേപ്പാടിക്ക്, വയനാടിനും എല്ലാവർക്കും. തുരങ്കപാത എന്ന ഈ സ്വപ്ന പദ്ധതി നടപ്പാവുന്നതോടെ വയനാടിന് തന്നെ മുഖച്ഛായ മാറിമറിയും. മലബാറിലെ ഗതാഗത വിനോദസഞ്ചാര മേഖലയിലെ സമഗ്ര വികസനം കൂടിയാണ് ഇതിലൂടെ തുടക്കമാവുന്നത്. ക്യാമറമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.